ഇതുപോലുള്ള സിനിമകൾ, ഇതുപോലെ നല്ല സിനിമ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ആണ് പെണ്ണ് വേർതിരിവ് വേണ്ടെന്ന് പറഞ്ഞതുപോലെ, എന്തിനാണ് പെണ്ണ് പെണ്ണ് പെണ്ണെന്ന് പറഞ്ഞിട്ട് അവര് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഘോഷിക്കുന്നത്? ഇവിടെ ആരെങ്കിലും വിലക്കിയിട്ടുണ്ടോ പെണ്ണിനെ? ആലോചിക്കുക, ആരെങ്കിലും വിലക്കിയിട്ടുണ്ടോ ഇവിടെ പെണ്ണിനെ? ഏതെങ്കിലും സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു പെണ്ണിന് ഒരു ഇന്ന കാര്യത്തിന് വിലക്ക് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇവിടെ ഇൻഡസ്ട്രിയിലോട്ട് പലരും പറയുന്നുണ്ട്, മറ്റ് അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് കുറച്ചിതായി കഴിഞ്ഞിട്ട് അവർ അഭിനയിക്കാൻ വേണ്ടി വരും, സ്ത്രീകൾ അഭിനയിക്കാൻ വേണ്ടി വരും. എന്നാ എന്താ ഈ സിനിമയ്ക്കകത്ത് അഭിനയം മാത്രമുള്ള ജോലി? വേറെ എന്തെല്ലാം ജോലി ഉണ്ട്? എന്താ വരാത്ത? എന്താ ഇത്രയും തള്ളിക്കയറ്റം എന്താ വരാത്ത? എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ, ഡയറക്ഷൻ, റൈറ്റിംഗ്. അപ്പൊ ഞങ്ങള് ഫെഫ്ക ഇപ്പോ റൈറ്റേഴ്സ് യൂണിയനും ഡയറക്ടേഴ്സ് യൂണിയനും ഒക്കെ ഞങ്ങളിപ്പം ഷോർട്ട് മൂവി മറ്റേ ഇത് എന്താണ് അവാർഡിന് ക്ഷണിച്ച് മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എത്ര വന്നിട്ടുണ്ട് പെൺകുട്ടികൾ ചെയ്ത വർക്ക്? അഭിനയിക്കാനായിട്ട് വരണം, മനസ്സിലല്ലേ? ഇങ്ങനെ പുറത്തിറങ്ങിയ എന്നെ അറിയപ്പെടണം, അതൊക്കെ. പക്ഷെ ക്യാമറയുടെ പിന്നിൽ നിൽക്കാനോ, ഒരു ക്യാമറ വുമണായിട്ട് നിൽക്കാനോ, എഡിറ്റർ ജോലി ചെയ്യാനോ, കോസ്റ്റ്യൂമറായിട്ട് വരാനോ, മേക്കപ്പിന്റെ ജോലി ചെയ്യാനോ, ആർട്ട് സെക്ഷന്റെ ജോലി ചെയ്യാനോ എന്തുകൊണ്ട് ഇവരാരും വരുന്നില്ല? ഇതെല്ലാം ജോലിയല്ലേ, സിനിമയല്ലേ? എന്തുകൊണ്ട് വരുന്നില്ല? അപ്പൊ നമ്മളെ ഫിലിമിലായാലും എല്ലാ ഈ പറഞ്ഞ ബാക്കൻ സെക്ഷനിലെല്ലാം സ്ത്രീകൾ നമ്മുടെ ഈക്വൽ തന്നെയാണ് പ്രാധാന്യം പറയുന്നത്. പിന്നെ അതുകൊണ്ട് വേർതിരിവുകൾ സിനിമയ്ക്കും വേണ്ട, നമ്മുടെ മനുഷ്യനും വേണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് എന്റെ മാത്രം അഭിപ്രായം, എന്റെ മാത്രം അഭിപ്രായം. ഇവരുടെ അടിവരായിട്ട് പറയും. നേരത്തെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അറിയാം, സിനിമയില് കാർഡ് വയ്ക്കുമ്പോഴത്തേന് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, അതുപോലെ തന്നെ പക്ഷെ ഞാൻ എടുത്ത് നോക്കൂ, അതെടുത്ത് നോക്കൂ, അതിലെഴുതിയിട്ടുണ്ട് ഏതൊരു മനുഷ്യനെതിരെയുള്ള അതിക്രമവും എഴുതിയിട്ടുണ്ട്. അത് എന്റെ അനിയനൊരു തിരക്കഥ എഴുതി, ആ തിരക്കഥ എഴുതിയ ഷിഫാസനാണ് ഇവിടെ ഉണ്ടാവും. അവൻ എഴുതിയ തിരക്കഥയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കാർഡ് ഇടേണ്ടി വരത്തില്ല തിരക്കഥയിൽ. ഒരു കാർഡ് ഇടേണ്ടി വരില്ല. വില്ലൻ വന്ന് നായകന്റെ വീട്ടിൽ വന്ന് കയറി അവിടെ നായകൻ മുദ്രയ്ക്കാൻ പറ്റില്ല, പറഞ്ഞിട്ട് പോകും. കാർഡ് ഇടാൻ പറ്റാത്ത മുദ്രയ്ക്കുന്നില്ല. ഫുൾ ട്രോളിങ്. അപ്പൊ പിന്നെ ഇപ്പൊ നമ്മളെ മാർക്കോ എന്ന് പറഞ്ഞ മൂവിയിൽ ഇപ്പൊ വില്ലൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ നമ്മള് ഇപ്പൊ ഒരു ട്രെൻഡാണ്, ലൈക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മൂവിയിലും ഇപ്പൊ വില്ലൻ ക്യാരക്ടർ ചെയ്തത് അതാണ്. മാർക്കോയെ സംബന്ധിച്ചോളം വയലൻസ്, ബ്ലഡ്, ആ ഒരു വെറിയുണ്ടല്ലേ, അതാണ് അവർ മാർക്കറ്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ അതിനെക്കാട്ടി എക്സ്ട്രീം ലെവലാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വയലൻസിന് ഉപരിയാണ് ഇത്. ഒരു വില്ലന്റെ, ഒരു ഹീറോ ഏതൊരു പ്ലാറ്റ്ഫോം മരിച്ചിട്ട് പോലും അതിന് മുകളിൽ പോയി റിവെഞ്ച് എടുക്കാൻ നിൽക്കുമ്പോൾ ആ റിവെഞ്ച് എടുക്കുന്ന വേൾഡിനകത്ത് പോയി ആൾട്ടർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു വില്ലനെ വെക്കുക എന്ന് പറയുന്നത് ആ ഒരു ടൈപ്പ് വില്ലനാണ് നമ്മൾ ഈ കരിമ്പടത്തിലുള്ളത്. അത് നമ്മൾക്കും ഈ പറഞ്ഞ വയലൻസ് ഉള്ള സീനുകളുണ്ട്, പക്ഷെ എന്നാലും ഈ പറഞ്ഞ UA-16+ അതിനേക്കുള്ള ഇതാണ്. പക്ഷെ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി. വരുന്ന ഒരു സംഭവത്തിൽ ആയി പോകുമോ എന്നൊക്കെ പല ടെൻഷൻസുകൾ ഉണ്ടായിരുന്നു അല്ലേ. ഏതാണ്ട് 2 സീൻ അതിനു വേണ്ടി കട്ട് ചെയ്തു അല്ലേ, 2 സീക്വൻസോളം. അതായത് വല്ലാണ്ടാവുന്ന ഒരു 2 സീൻസ് ഉണ്ടായിരുന്നു. ഹീറോയുടെ കില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാണ്ടായിരുന്നു. അങ്ങനത്തെ 2 സീൻസ് ഉണ്ട്. അതൊക്കെ ഫിലിമിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റിലേക്ക് പോകും. പിന്നെ വേറെ കാര്യം, വയലൻസ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഭൂമി ഉള്ളതാണ്, ഉണ്ടായതല്ല. ഇവിടെ മനുഷ്യകുലം ഉണ്ടായി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കഥ ഉണ്ട്. അന്ന് മുതൽ വയലൻസ് ആണ്. കായലും അവയിലും തമ്മിൽ അടി തുടങ്ങി അല്ലേ? അടിയാണ് തുടങ്ങിയത് ആദ്യമേ. തമ്മിൽ അടി മാത്രമാണ്, ഒന്നിനെ കൊന്നുകളഞ്ഞു. അപ്പൊ കൊലപാതകമാണ് ഇവിടെ തുടക്കം, വയലൻസ് തന്നെയാണ് ഇവിടെ തുടക്കം. അതൊക്കെ കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് സ്നേഹം എന്ന് പറയുന്ന ആ ഒരു പദത്തിലേക്ക് വരുന്നത്. ഇവിടെ വയലൻസ് ആണ് സത്യത്തിൽ തുടക്കം. അല്ല, അതും പ്രേമമാണ് കാര്യം. രണ്ടും കൂടെ ഒന്നിനെ പ്രേമിച്ചാണ് കാര്യം. ആ കഥ അറിഞ്ഞോളൂ. രണ്ടുപേരും ഒരാളെയല്ലേ പ്രേമിച്ചു, അതിലെ ഒരു സ്ത്രീ
ആ ഒരു രസമാണ്. കൈരാബിന്റെ അതെ, ആ story. അതാണ്. അതിനിടയ്ക്ക് അവസാനം ആ, ഉണ്ടല്ലോ. മാർക്കോടെ അല്ല, മാർക്കോടെ അതല്ല. ഏതിലേക്കാണ് അത് ബ്രദറിന്റെ കൊറേ വെച്ചാണ്. അതെ. അപ്പൊ ഇവിടെ ഭൂമിയിൽ നമ്മൾ മനുഷ്യന്റെ ഉൽപ്പത്തി എന്ന് വിശ്വസിക്കുന്ന കഥകളിൽ എന്ന് പറയാലോ, നമുക്കറിയില്ല, കഥകളിൽ തന്നെ വയലൻസിലാണ് തുടക്കം വരുന്നത്, തുടക്കം. അതെ. വേറൊന്നുമല്ല. വയലൻസിനെ കുറിച്ച് പറയാൻ പറ്റിയ ആളാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് മാത്രമേ ഉള്ളൂ. കളരിയാൻ പക്ഷെ വയലന്റ് അല്ല. ഇവിടെ ഇരിക്കണോണ്ടാ. ഓക്കെ. അപ്പൊ നമ്മുടെ മൂവി റിലീസ് ചെയ്യാൻ പോകുന്ന ഓഗസ്റ്റ് 7 അല്ലെ? അപ്പൊ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ മൂവി ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം സ്റ്റോറി ആ ഒരു ത്രെഡ് കേൾക്കുമ്പോ തന്നെ ഓക്കെ, ലൈക്ക് സംതിങ് ഇസ് ദർ എന്നൊരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പൊ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളും അത് പുതിയ പുതിയ ക്യാരക്ടേഴ്സിലും പുതിയ പുതിയ കഥകളിലും ഞങ്ങളുടെ മുന്നിൽ എത്തട്ടെ. താങ്ക് യു സോ മച്ച്.